ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് നോക്കുന്നത്. നമ്മുടെ 21ാമത്തെ ടെസ്റ്റാണിത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലകൾക്ക് പറയുന്ന പേര് എന്താണ്? ടിഷ്യൂ അല്ലെങ്കിൽ കലകളെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം ഇങ്ങനെയുള്ള ധർമ്മങ്ങൾ ചെയ്യുന്ന കലകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ആവരണ കലകൾ, നാഡീകലകൾ, പേശീകല. അതുപോലെ ഓപ്ഷൻ എ മാത്രം, അതായത് ആവരണ കലകൾ മാത്രം എന്നും പറയുന്നുണ്ട്. അതുപോലെ എയും ബിയും, അതായത് ആവരണ കലകളും നാഡീകലകളും വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആദ്യത്തേതാണ്, അതായത് ആവരണ കലകളാണ്. ആവരണ കലകളാണ് സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: യോജക കലയ്ക്ക് എക്സാമ്പിൾ അല്ലെങ്കിൽ ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: അസ്ഥി, തരുണാസ്ഥി, രക്തം, നാരുകല, ഇവയെല്ലാം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇവയെല്ലാം, ലാസ്റ്റ് ഓപ്ഷനാണ്. അതായത് യോജക കല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നതിന് വരുന്ന എക്സാമ്പിൾസ് ആണ് അസ്ഥി, തരുണാസ്ഥി, രക്തം, നാരുകല. ഇവരെല്ലാവരും വരുന്നത് യോജക കല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്നത് എന്താണ്? അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്ന ആ കണക്ഷൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ടെൻഡനുകൾ, സ്നായുക്കൾ, യോജകകല, നാഡീകല. അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. എന്നാൽ അസ്ഥികളെ അസ്ഥികളുമായി തന്നെ ബന്ധിപ്പിക്കുന്നതാണ് സ്നായുക്കൾ എന്ന് പറയുന്നത്. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സ്നായുക്കൾ. ഇനി അസ്ഥികളെ അതിൻ്റെ സമീപമുള്ള പേശികളുമായി ബന്ധിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ടെൻഡനുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടിയുള്ള തരത്തിലുള്ള സസ്യകോശങ്ങൾക്ക് വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോശഭിത്തിയുടെ മൂലകളിൽ, അതായത് സെൽ വോളിൻ്റെ കോർണറുകളിൽ മാത്രം കട്ടിയുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻസ്: കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ. ആൻസർ വരുന്നത് ആദ്യത്തേതാണ്, കോളൻ കൈമയാണ്. കോളൻ കൈമ എന്ന് പറയുന്ന സസ്യകോശത്തിലാണ് അതിൻ്റെ സെല്ലിൻ്റെ കോർണറുകളിൽ മാത്രം കട്ടിയുള്ളത്. പാരൻ കൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോശഭിത്തിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കട്ടിയൊന്നുമില്ല, നോർമലായിട്ടുള്ള സെല്ലുകളാണ്. ഇനി സ്ക്ലീറൻ കൈമയാണെങ്കിലോ അതിൻ്റെ സെൽ വോള് മുഴുവനായിട്ടും കട്ടിയുള്ളവരായിരിക്കും. കോർണറുകൾ മാത്രമല്ലാതെ ഈവനായിട്ട് അതിൻ്റെ സെൽ വോള് മുഴുവനായിട്ടും കട്ടിയുള്ളതാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. അപ്പോൾ സസ്യത്തിനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്ന കോശങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സസ്യങ്ങളിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന അവശ്യ മൂലകം ഏതാണ്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന അവശ്യ മൂലകം അല്ലെങ്കിൽ എസെൻഷ്യൽ ഇലമെൻ്റ് എന്ന് പറയുന്നത് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, ഇവയെല്ലാം. ആൻസർ വരുന്നത് ഇവയെല്ലാം. അവശ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ എസെൻഷ്യൽ ഇലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം 12ഓളം മൂലകങ്ങളാണുള്ളത്. അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ, ഇവരെല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മണ്ണിൽ നൈട്രജൻ കൂട്ടുന്നതിന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മണ്ണിലുള്ള നൈട്രജനെയാണ് സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ മണ്ണിൽ നൈട്രജൻ കൂടുതൽ ഉണ്ടാവുന്നതിന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറുലം, ഇവയെല്ലാം. ആൻസർ വരുന്നത് ഇവയെല്ലാമാണ്. നമ്മൾ പെട്ടെന്ന് ഓർക്കുക റൈസോബിയം മാത്രമാണെന്നാണ്. എന്നാൽ റൈസോബിയവും അസറ്റോബാക്ടറും അസോസ്പൈറുലവും ഇവരെല്ലാവരും മണ്ണിൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടി സഹായിക്കുന്ന ബാക്ടീരിയകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള കീട നിയന്ത്രണ മാർഗം ഏതാണ്? എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, പരിസ്ഥിതിക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ലാത്ത കീട നിയന്ത്രണ മാർഗം ഏതാണ്? ഓപ്ഷൻ: സംയോജിത കീടനിയന്ത്രണം, രാസ കീടനാശിനികൾ, ഇവ രണ്ടും. ആൻസർ വരുന്നത് ആദ്യത്തേതാണ്, സംയോജിത കീടനിയന്ത്രണം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ആണ് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള കീടനിയന്ത്രണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തലശ്ശേരി എന്ന് പറയുന്നത് എന്തിൻ്റെ ഇനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തലശ്ശേരി എന്നത് ഒരു ഡാഷ് ഇനമാണ്.
തലശ്ശേരി എന്ന് പറയുന്നത് ആടിൻ്റെ ഒരു വെറൈറ്റിയാണ്. അത്യുൽപാദന ശേഷിയുള്ള ഒരു ആടിൻ്റെ വെറൈറ്റിയാണ് തലശ്ശേരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിനാപ്സിസ് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? സിനാപ്സിസ് ആദ്യമായി കണ്ടെത്തിയത് ഓപ്ഷൻസ് മോൺഗോമെറി, മെൻഡൽ, മോർഗൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ആദ്യത്തേതാണ്. മോൺഗോമെറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് സിനാപ്സിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ആദ്യമായി കണ്ടെത്തിയത്. സിനാപ്സിസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനവുമായി വിഭജനത്തിലുള്ള ഒരു പ്രോസസ്സാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. സിനാപ്സിസിനകത്തിൽ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആണ് സംഭവിക്കുന്നത്. അതായത് ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോമുകൾ വന്നിട്ട് അവരൊരു പെയറായിട്ട് അവർ ഒത്തുചേർന്നിരിക്കുന്നതിനെയാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് ആദ്യമായി കണ്ടെത്തിയത് മോൺഗോമറി എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെട്രാഡ് ഫോർമേഷൻ നടക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? നമ്മുടെ കോശ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ടെട്രാഡ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ക്രോമസോമുകൾ എത്തിച്ചേരുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സൈഗോട്ടീൻ, ലെപ്റ്റോട്ടീൻ, പാക്കിട്ടീൻ, ഡിപ്ലോട്ടീൻ. ഈ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിട്ടീൻ, ഡിപ്ലോട്ടീൻ അതുപോലെ ഡയാകൈനസിസ് എന്നൊക്കെ പറയുന്നത് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനത്തിലുള്ള പല സ്റ്റേജുകളാണ്. ഇതിൽ ഏത് സ്റ്റേജിലാണ് ടെട്രാഡ് ഫോർമേഷൻ നടക്കുന്നത്? കറക്റ്റ് ആൻസർ ആദ്യത്തേതാണ് സൈഗോട്ടീൻ. സൈഗോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് ടെട്രാഡ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മുടെ ക്രോമസോമുകളൊക്കെ എത്തിച്ചേരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമജാത ക്രോമസോമുകളുടെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡുകളിൽ ജനിതക വസ്തുവിൻ്റെ റീകോമ്പിനേഷൻ നടക്കുന്ന ഘട്ടം ഏതാണ്? സമജാത ക്രോമസോം എന്ന് പറഞ്ഞാൽ ഹോമോലോഗസ് ക്രോമസോംസ്. അതിൻ്റെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡുകളിൽ ജനിതക വസ്തുവിൻ്റെ റീകോമ്പിനേഷൻ നടക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പാക്കിട്ടീൻ, ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, ഡിപ്ലോട്ടീൻ. ആൻസർ വരുന്നത് പാക്കിട്ടീൻ ആണ്. പാക്കിട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് സമജാത ക്രോമസോമുകളുടെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡിൽ ജനിതക വസ്തുവിൻ്റെ റീകോമ്പിനേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കശേരുകികളുടെ അണ്ഡകം അല്ലെങ്കിൽ നമ്മുടെ വെർട്ടിബ്രേറ്റ്സിൻ്റെ ഊസൈറ്റിനകത്തിൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു കോശ വിഭജന ഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെർട്ടിബ്രേറ്റ്സിൻ്റെ ഊസൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. സെൽ ഡിവിഷൻ്റെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ അതേ സ്റ്റേജിൽ തന്നെ നിലനിൽക്കുന്നു. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്, ലെപ്റ്റോട്ടീൻ, പാക്കിട്ടീൻ. ആൻസർ വരുന്നത് ഡിപ്ലോട്ടീൻ ആണ്. ഡിപ്ലോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ തന്നെ ഒരുപാട് സമയം ഒരുപാട് നാളുകൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ സെൽ ഡിവിഷൻ അവിടെ നിൽക്കാറുണ്ട്. ആർക്കാണ്? നമ്മുടെ വെർട്ടിബ്രേറ്റ്സിൻ്റെ ഊസൈറ്റിലാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കീലതന്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കീലതന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പിൻഡിൽ ഫൈബർ. സ്പിൻഡിൽ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ക്രോമസോമുകളെ രണ്ട് ഓപ്പോസിറ്റ് പോളുകളിലേക്ക് വലിച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനായി ഉണ്ടായി വരുന്ന നാരുകൾ ആണ് കീലതന്തുക്കൾ എന്നറിയപ്പെടുന്നത്. സ്പിൻഡിൽ ഫൈബർ എന്ന് ഇവരെ വിളിക്കുന്നുണ്ട്. ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ട്യൂബുലിൻ, ആക്റ്റിൻ, മയോസിൻ. ആദ്യത്തേതാണ് ആൻസർ. ട്യൂബുലിൻ എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ മാംസ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കീലതന്തുക്കൾ അല്ലെങ്കിൽ സ്പിൻഡിൽ ഫൈബറിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.